കടിച്ചാ ഇതിനകത്ത് സ്പൂണില്ല, അപ്പൊ എന്തോ പണിയാ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു ചാലഞ്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് സ്മോൾ വേഴ്സസ് ബിഗ് വേഴ്സസ് മീഡിയം. അപ്പം ഈ ഒരു ചലഞ്ചിനെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് ആൾക്കാർ ഈ ഒരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. ഞങ്ങളാണെങ്കിൽ എന്തൊക്കെ ഫുഡാണ് മേടിച്ചിട്ടുള്ളത് ഞങ്ങൾക്ക് 3 പേർക്കും അറിയാം. പിന്നെ ഞാനാണത് സെറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ലോഡ് ഇട്ടിട്ടാണ് നമ്മൾ ഏത് ഫുഡ് എങ്ങനെയാ എന്താന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നത്. നമ്മളൊരു പേപ്പറിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ലോട്ടിടും. ലോട്ടിട്ടിട്ട് അതിനകത്ത് ഏതാണോ കിട്ടുന്ന ആള് അത് തെരഞ്ഞെടുക്കുക. ഞങ്ങളുടെ ചാനൽ കണ്ട് വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ദേ നമ്മുടെ ചാലഞ്ചിനുള്ള ഒരു ഫുഡ് ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് ഐറ്റം എത്തിയിട്ടുണ്ട്. എന്താന്നുള്ളത് എനിക്കറിയാം, പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും അത് അറിയത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് ലോട്ടിടാം. എന്തായാലും നമ്മൾ ഈ ലോട്ട് ഇട്ടിട്ട് ഈ ലോട്ടിനകത്ത് ബിഗ് ആണോ സ്മോൾ ആണോ മീഡിയം ആണോ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനിടാം ആദ്യം. മോനെടുക്കണേ. വെള്ളത്തിൽ വേണം. ഞാൻ ഈ മണ്ടയ്ക്ക് എനിക്ക് സ്മോൾ ആകട്ടോ കിട്ടിയത്. അപ്പൊ നമുക്ക് എന്തായാലും ഫുഡ് എന്തോ നോക്കാം. ചേട്ടയ്ക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ചോക്കോസ്. എനിക്കിത് എന്തിനാ? 1 2 3 4 5 കഷ്ണം ചോക്കോസിന്റെ, പിന്നെ കുറച്ച് പാലും. അവനെ കഴിച്ചു തുടങ്ങി. അപ്പൊ എന്തായാലും കിട്ടിയതല്ലേ കഴിക്കാം. ചോക്കോസ് നമുക്ക് കഴിച്ചേക്കാം. അടുത്ത റൗണ്ടിൽ എന്തെങ്കിലും കിട്ടുമായിരിക്കും. പ്രാർത്ഥനയായിരുന്നു അവനെല്ലാം ബിഗ് കിട്ടാവുന്നുള്ളത്. പക്ഷെ നല്ല ഫുഡ് മാത്രമല്ല കേട്ടോ. എന്നുവെച്ചാൽ അങ്ങനല്ല, ചെറിയ ചെറിയ പണിയും കൂടെ ഉണ്ട് ഇതിന്റെ കൂട്ടത്തില്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് വളരെ വിജയകരമായി പൂർത്തിയായി. മോനാണ് വിജയിച്ചത്. അടുത്തത് നമുക്ക് ലോട്ട് ഇട്ട് നോക്കാം. ഇട്ട് നോക്കിയിട്ട് കിട്ടുന്ന ആരാണ് എന്താണ് ആരാണ് ഭാഗ്യവാരെന്ന് നോക്കാം നമുക്ക്. ഞാൻ ഇടട്ടെ, മോനെടുത്തു. അയ്യോ ഇതേ തറയപ്പോയി. അതെടുത്തു. മോൻ പതുക്കെ തല ഇടിക്കല്ലേ. ഒരെണ്ണം എടുത്തു ചേട്ടാ, അതെടുത്തോ. എനിക്ക് മീഡിയം, ഇവന് സ്മോള്. എന്റെ ചിരി കാണുമ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്തായിരിക്കും എന്നുള്ളത്. അപ്പൊ അവന് സ്മോള്. ഐറ്റം എന്താണെന്ന് അറിയാമോ? ഓട്സ് ആണ്. അതിനകത്ത് മധുരവും ചേർത്തിട്ടില്ല, ഉപ്പ് ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല. പക്ഷെ കുഴപ്പമില്ല, റേറ്റ് ഒക്കെ കൂടെ നല്ലതാ. ഉപ്പില്ലല്ലോ. നിങ്ങൾ തളന്തെന്ന് പറയുമ്പോ അങ്ങനെയാ. നിനക്ക് തിന്നാൻ പറ്റുമോ? അവന് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അവന് തിന്നാൻ പറ്റും. എനിക്ക് ഇഷ്ടമാ കേട്ടോ. ഓക്കെ ഓക്കെ. വാരത്തിന് പെട്ടെന്ന്. അപ്പം നമ്മുടെ അടുത്ത ഒരു ഐറ്റം. അതെ, അടുത്ത ഒരു ഐറ്റത്തില് എന്താ ഇതിന്റെ അകത്തുനിന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. എടുത്തോണ്ട് വന്നതാണ്. സ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ ചിലപ്പോ കൈകൊണ്ടൊക്കെ കഴിക്കേണ്ടതൊക്കെ ആയിരിക്കും. ചിലപ്പോ കൈകൊണ്ട് വാരി കഴിക്കേണ്ട പണിയായിരിക്കും. പണി അങ്ങനെ ചിന്തിക്കരുത്. സ്പൂണില്ലല്ലോ, അപ്പൊ നമുക്ക് കൈകൊണ്ട് ചിലപ്പോ ആയിരിക്കും. ചിലപ്പോ പൊറോട്ട ആയിരിക്കാം. അവന് ലോട്ടിട്ട് പറയാൻ നമുക്ക് എടുത്തു നോക്കാം. ഓക്കെ ശരി. എനിക്ക് സ്മോൾ. അപ്പൊ എന്റെ ഇങ്ങോട്ട് നോക്കിയേ. പക്ഷെ നമ്മുടെ രണ്ടു ചേട്ടാ പിടിച്ചോ. അല്ലല്ല, നിനക്കിതാ. എന്തോടി എന്തോന്ന് ഇത്രയും തണ്ട കൊണ്ട് വെച്ച് ഇങ്ങനെ. പിന്നെ ബിഗ് എന്ന് പറയുമ്പോ എന്തോ ചേട്ടാ? എനിക്ക് കണ്ടോ സ്മോൾ. ഞാൻ കഴിക്കാൻ പോണേ. നീ ഇതിന്റെ അകത്തേക്കിലും കളഞ്ഞിട്ട് കൊണ്ടിരുന്നില്ലായിരുന്നു. ആ സൈഡിൽ കഴിച്ചാൽ അവനെ അതിൽ നിന്ന് ഒരെണ്ണം പിച്ച് ചെറുതാക്കിട്ട് എന്റെ പാത്രത്തിൽ കഴിയും. ഇതിൽ നിന്നൊരു ചെറിയ പീസ് മുറിച്ചെടുത്തിട്ട് എന്റെ ഈ പാത്രത്തിൽ വെച്ചിട്ട് ഇവൻ കഴിച്ചു. ഞാൻ അവനെ കുഞ്ഞിന് ഇച്ചിരി പഞ്ചസാര കൊടുക്കട്ടെ. അതൊന്നും വേണ്ട, ഒന്നും പറയണ്ട. നിന്നു
ആ മതിയായിട്ട് ഒരു റൊമ്പ പണി. അങ്ങനെ പാവയ്ക്ക തീറ്റ കഴിഞ്ഞിട്ട് ഞാൻ അടുത്തതിനിരിക്കുകയാണ്. എന്താ കൊണ്ടുവന്നേക്കുന്നതെന്ന് ഒരു പിടുത്തമില്ല. എന്നാലും നമുക്ക് ലോട്ടിട്ടിട്ട് നമുക്ക് അടുത്ത ഗെയിമിലോട്ട് പോവാം. അപ്പൊ ഞാൻ സ്പൂണില്ല കേട്ടോ. ഇതിനകത്ത് സ്പൂണില്ല. അപ്പൊ എന്തോ പണിയാ? ഏയ് ഞാൻ ചിന്തിക്കാതെ. എനിക്ക് ഏത് വേണം നോക്കട്ടെ. മീഡിയം. എനിക്ക് മീഡിയം. എനിക്ക് സ്മോള്. ബിഗ് അങ്ങനല്ല, വീഡിയോ അല്ലേ മോൻ. ഇതാ അടുത്ത ഐറ്റം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഐറ്റം ഒന്ന് കാണിച്ചു കൊടുക്ക്. ഐറ്റം നാരങ്ങയാണ്. ഞാനിത് എങ്ങനെ കഴിക്കും? എന്തായാലും കിട്ടി, കഴിക്കാതിരിക്കാൻ പറ്റത്തില്ല. കടിച്ചാ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ എന്തോടി കാണിക്കുന്നത്? ഇത് ഞങ്ങളുടെ ഫൈനൽ റൗണ്ട് ആണ്. എന്താ ഐറ്റംസ് ഒന്നും നമുക്ക് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ എനിക്കിത് സ്മോള് കിട്ടിയാൽ വിഷമാവും കേട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം. ലോട്ടെടുക്കട്ടെ. എടുക്ക് നീ ഏതില്ല, ഞാൻ ഒരെണ്ണം എടുത്തു. എനിക്ക് സ്മോൾ അടി, എനിക്ക് മീഡിയം, മോന് ബിഗ്. അപ്പൊ ഇനി ഐറ്റം മോനം തുറന്നു നോക്കിയേ. മീഡിയം മതി, ബിഗ് വേണ്ടേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ മോനം തുറന്നു നോക്കിയേ എന്തോ ഫുഡെന്ന്. ആ നമ്മുടെ ലാസ്റ്റ് റൗണ്ടിൽ, അതായത് ഫൈനൽ റൗണ്ടിൽ നമ്മൾ ബിരിയാണി എടുത്തേക്കുന്നത്. എനിക്ക് സ്മോൾ സാരമില്ല, സ്മോൾ ആയിട്ട് കുറച്ച് പട്ടാണിപ്പയറും ഒരു ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് റൈസും. അപ്പൊ നമുക്കിത് കഴിക്കാമേ. ചേട്ടായി നിങ്ങൾ നോക്കൂ, അതിനകത്ത് ചിക്കൻ പീസ് ഉണ്ടോ? ഇല്ല, ഞാൻ വെക്കത്തില്ല. ഇത്തിരി ചിക്കൻ പീസ് എങ്കിലും മത്സരമായിട്ട് എടുക്കണം. ഇങ്ങോട്ട് തരല്ലോ മോനെ. ആ തന്ന പീസ് ഉണ്ടോ? എന്തോ ടേസ്റ്റ് ചേട്ടാ. സാധാരണ അവിടെ നിന്ന് മേടിക്കുന്നതിനേക്കാളും ഇന്ന് ഇതിന് നല്ല രുചിയുണ്ട് ചേട്ടായി. എന്നാ നിങ്ങൾ കഴിക്കില്ല, അടിപൊളി. അങ്ങനെ നമ്മുടെ ചലഞ്ചിങ് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഈ വീഡിയോ, കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.